മുസാഫിനിടയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇവിടെ എല്ലാ കടകളിലും ഇങ്ങനെ ലൂസായിട്ട് പെട്രോൾ ലഭിക്കും. അങ്ങനെ കുറച്ച് പെട്രോളും വാങ്ങി അടിച്ച് ഞങ്ങൾ ഇതാ പോകുന്നത് കെലിംഗം ബീച്ച് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ്. അങ്ങനെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല വെയിലായതുകൊണ്ട് ഒരു ക്യാപ്പും വാങ്ങി ഞങ്ങളിത് ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ക്യൂ ആണ്. മാത്രമല്ല മങ്കീസിന്റെ നല്ല ശല്യമാണ്. അങ്ങനെ അവിടുന്ന് ഒരു ഇളനീരൊക്കെ കുടിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ടെമ്പലിംഗ് ബീച്ച് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ ബൈക്ക് എടുത്ത് പോകാൻ നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇന്നലെ മഴ പെയ്തുകൊണ്ട് റോഡൊക്കെ സ്ലിപ്പറിയാണ്, കുറച്ച് റിസ്ക് ആണെന്ന്. അത്യാവശ്യം റിസ്കി ആയിട്ടുള്ള റോഡ് തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലത്. അധികം ടൂറിസ്റ്റുകളൊന്നും എത്തിപ്പെടാത്ത ഒരു സ്പോട്ടാണിത്. ഞങ്ങൾ പോയപ്പോൾ 3-4 പേര് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ നടക്കാൻ തയ്യാറായിട്ട് തന്നെ വരണം. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇറങ്ങാൻ ഭയങ്കര ഈസിയാണ്, തിരിച്ച് കയറുമ്പോഴാണ് പണി കിട്ടുക. ഈ നാച്ചുറൽ പൂള് കണ്ടോ? ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് താഴോട്ടേക്ക് പോയാൽ നല്ല സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അടിപൊളി ഒരു സ്പോട്ട് കൂടിയുണ്ട്. വെള്ളത്തിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇത് കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ പറ്റിയില്ല. ഇവിടെ സ്പെൻഡ് ചെയ്ത കുറച്ച് സമയം ശരിക്കും ഒരു സ്വപ്നം പോലെയായി. അങ്ങനെ കുറച്ച് നേരത്തെ സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ ഹാർബറിലേക്ക് പോവുകയാണ്. നുസാ പെനീഡയോട് വിട പറഞ്ഞ് ഇനി നേരെ ഉബൂദിലേക്കാണ് യാത്ര. ഹാർബറിലേക്ക് പോകുന്നതിന് മുന്നായി സീക്രട്ട് പെനീഡ എന്ന് പറഞ്ഞ അടിപൊളി ഒരു കഫേയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റെന്റ് ചെയ്ത സ്കൂട്ടറും തിരിച്ചു കൊടുത്ത് ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനൊക്കെ നല്ല തിരക്കാണ്. ഒരു 40-45 മിനിറ്റിൽ നമ്മളിതാ സനൂറിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഉബൂദിലേക്ക്.